കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇപ്പൊ നമുക്ക് അറിയാം ധാരാളം കോക്കനട്ട് അതിന്റെ അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിന്റെ വളർച്ച മുരടിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അധോഗതിയിലേക്ക് എന്ന് പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. കൽപ്പകവൃക്ഷം, കേരവൃക്ഷം, കൽപ്പകവൃക്ഷം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് ആഗോളതലത്തിൽ തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. ഒന്ന്, വെർജിൻ കോക്കനട്ട് ഓയിൽ അൾഷൈമേഴ്സ് തടയുമെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്ന ഒന്നാമത്തെ പ്രയോജനം. അൾഷൈമേഴ്സ് തടയുമെന്ന് ഓർമ്മിക്കുക. കേരളം 60+ പോപ്പുലേഷൻ ഉള്ള, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 60+ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനമാണ്. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ 7% 60+ പോപ്പുലേഷൻ എങ്കിൽ കേരളത്തിൽ അത് 17-18% 60+ പോപ്പുലേഷൻ. അപ്പൊ അൾഷൈമേഴ്സ് തടയുന്ന ഒന്നാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ എന്ന് തന്നെ പറയാം. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നതും വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് ആ രീതിയിൽ, മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ. അപ്പോൾ ആ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അങ്ങനെ ആ വെർജിൻ കോക്കനട്ട് ഓയിൽ അതിന്റെ ഒന്നാമത്തെ പ്രയോജനമാണ് ഈ പറഞ്ഞതുപോലെ അൾഷൈമേഴ്സ് തടയും. രണ്ടാമത്തെ പ്രയോജനമാണ് ഈ അടുത്ത കാലത്താണ് നമ്മുടെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്ന വലിയ ഒരു കണ്ടുപിടുത്തം. എന്താണത്? വായിലെ ക്യാൻസറിനുള്ള സിദ്ധൌഷധമാണ് വെളിച്ചെണ്ണ എന്ന്. അപ്പൊ അയ്യോ വെളിച്ചെണ്ണ കഴിക്കല്ലേ, സൂര്യകാന്തി ഓയിൽ കഴിച്ചോണേ എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണാറുണ്ട് അല്ലേ? വിഡ്ഢികളാണ് അതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അൾഷൈമേഴ്സ് തടയും, രണ്ട് വായിൽ ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കും. ഈ രണ്ട് കാര്യങ്ങൾ തന്നെ ഓർത്താല് വെളിച്ചെണ്ണയെ വാങ്ങും ആരും. കൽപ്പക വൃക്ഷത്തിന്റെ നാടാണ് കേരളം. അതുമായിട്ട് ബന്ധപ്പെട്ട അൾഷൈമേഴ്സിനെ ഒക്കെ തടയുന്ന വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ മൈക്രോ എന്റർപ്രൈസസിന്, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്, ഉദാഹരണത്തിന് പേരാമ്പ്രയുള്ള സുഭിക്ഷ, ആ സുഭിക്ഷ എന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. സ്ത്രീകൾ തന്നെ, സ്ത്രീകളുടെ കൂട്ടായ്മ തന്നെ. അതുപോലെ എവിടെ വേണമെങ്കിലും സ്ത്രീകളുടെ കൂട്ടായ്മയല്ല, പുരുഷന്മാർക്ക് മൈക്രോ എന്റർപ്രൈസ് ആയിട്ടോ മീഡിയം എന്റർപ്രൈസ് ആയിട്ടോ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് മാർക്കറ്റിംഗ് നടത്തുകയാണെങ്കിൽ ലോക വിപണി മുഴുവനും പിടിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താണ് അതിന്റെ കാരണം? നമുക്കറിയാം, ഈ ഡെവലപ്ഡ് ഇക്കോണമീസ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും കാനഡ, അമേരിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ 60+ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് അൾഷിമേഴ്സിന്റെ പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. അപ്പൊ അത്തരം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പറ്റുന്ന ഏറ്റവും രത്നം പോലെയുള്ള വസ്തുവാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സ്പൈസസ്, ഈ കോവിഡ് കാലത്തിന് ശേഷം നമ്മുടെ സ്പൈസസിന്റെ വളർച്ച, എക്സ്പോർട്ട് വളരെയധികം വളർന്നിട്ടുണ്ട്. കാരണം മഞ്ഞള്, ഇങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ തന്നെ, ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ കോവിഡ് പോലെയുള്ള മഹാവ്യാധികളെ പ്രിവെന്റ് ചെയ്യും, അതിനെ ലഘൂകരിക്കും എന്ന കണ്ടുപിടുത്തം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് ഒരു വ്യവസായ പാർക്ക് വരുന്നതോടുകൂടി സമീപ ജില്ലകളിൽ നിന്നും ഈ സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്താനായിട്ട് ഏത് മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസസിനും കഴിയും. അതൊക്കെ ഒരുപാട് സ്ഥലം വേണ്ട. അതുകൊണ്ട് കേരളത്തിന്റെ ഭൂപരിധിക്ക് അകത്ത് നിന്ന് കൊണ്ട് തന്നെ വളർച്ച പ്രാപിക്കാവുന്നതാണ്. അതുപോലെ ജാക്ക് ഫ്രൂട്ട് റവല്യൂഷൻ, ജാക്ക് റവല്യൂഷനെ പറ്റി ആ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള പ്രഗത്ഭർ എഴുതിയ ഗ്രന്ഥമുണ്ട്. അതൊക്കെ വായിക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും അതിനെന്താണ് ചക്കക്കുരുവിന്റെയും ചക്കയെന്നുള്ള എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണെന്നറിയാം. ആ ഒരു ജാക്ക് റവല്യൂഷൻ എന്ന് പറഞ്ഞ, ചക്ക വിപ്ലവം എന്ന് പറഞ്ഞ ഒരു പുസ്തകം, ആ പുസ്തകം ഞാൻ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം അതുമായിട്ട് പറയേണ്ടത്, ചക്കക്കുരുവിൽ നിന്നെടുക്കുന്ന ലെക്റ്റിൻ എന്ന പദാർത്ഥം, ആ പദാർത്ഥമാണ് ക്യാൻസറിന്റെ സിദ്ധ ഔഷധം. അതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരാണ്. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കക്കാരാണെന്ന് നിർബന്ധമില്ല. കാരണം ലോകത്ത് എവിടെയുമുള്ള മിടുക്കരായിട്ടുള്ള ശാസ്ത്രജ്ഞരൊക്കെ അഭയം പ്രാപിക്കുന്നത്, വളരുന്നത് അമേരിക്കയിൽ ചെന്നിട്ടാണ്. അപ്പോൾ അവരാരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ ഇന്ത്യക്കാരൻ തന്നെയായിരിക്കും ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്, ചിലപ്പോൾ മലയാളി സയന്റിസ്റ്റ് തന്നെയായിരിക്കും ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഈ ചക്കയെ പറ്റി ഇത്തരം കാര്യങ്ങൾ വെളിച്ചത്ത് വരിക, ചക്കക്കുരു എടുത്ത് വലിച്ചെറിയുന്നവരൊക്കെ അത് നിർത്തും, ചക്കക്കുരു ഇഷ്ടം പോലെ കഴിക്കാൻ തുടങ്ങും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പൂർവികരുടെ ചരിത്രം എടുത്താൽ ആരും ക്യാൻസർ കൊണ്ട് മരിച്ചിട്ടില്ല. കാരണം അവരുടെയൊക്കെ ജീവിതത്തിന്റെ നിത്യഭാഗമായിരുന്നു ചക്കക്കുരു എന്നൊക്കെ പറയുന്ന സാധനം, ചക്കയും ചക്കക്കുരുവും ഒക്കെ. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ക്രോപ്പിംഗ് ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ ഒക്കെ വ്യത്യസ്തങ്ങളായ
ഫലവൃക്ഷങ്ങളാണ് കേരളത്തിലുള്ളത്. ചങ്ങമ്പുഴയുടെ പാട്ടല്ല ഞാൻ പാടാൻ വന്നത്. എവിടെ തിരിഞ്ഞ് ഒന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം. അതല്ല ഞാൻ പാടാൻ വന്നത്. പറയാൻ വന്നത് ഇതാണ്: എവിടെ നോക്കിയാലും വ്യത്യസ്തങ്ങളായ ഫലവൃക്ഷങ്ങൾ. ഈ ഓരോ വ്യത്യസ്തങ്ങളായ ഫലവൃക്ഷത്തിനും ഉണ്ട് അതിൻ്റെതായ സാധ്യതകൾ. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ കൂടുതൽ സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ പാലക്കാട് ഒരു വ്യവസായ നഗരം വരട്ടെ. ആ വ്യവസായ നഗരം പ്രൊവൈഡ് ചെയ്യുന്ന പിന്നെ ഒരുപാട് എൻവയൺമെന്റ്, ഒരു ബിസിനസ് എൻവയൺമെന്റ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഉണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ കാരണം കൊണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ ക്യാമ്പസുകളിൽ തന്നെ, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളും MBA കോളേജുകളും മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും ഒക്കെ വെറുതെ തിയറി മാത്രം പഠിപ്പിച്ച് കുട്ടികളെ വിടാതെ അവരുടെ ഇന്റേൺഷിപ്പ് എന്ന രീതിയിൽ ഇതുപോലെയുള്ള ചെറു വ്യവസായങ്ങൾ അതിൻ്റെ ആരംഭം ആ ക്യാമ്പസുകളിൽ തന്നെ തുടങ്ങും. അതുപോലെയുള്ള ഒത്തിരി ക്യാമ്പസുകളുണ്ട് കേരളത്തിൽ ഇപ്പോൾ ആണെങ്കിൽ കഴിഞ്ഞ ബജറ്റിലും ഈ ബജറ്റിലും ഒക്കെ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ക്യാമ്പസുകളൊക്കെ ഇങ്ങനെയുള്ള ഇന്റേൺഷിപ്പിന് സൗകര്യം ഒരുക്കുന്ന, വ്യവസായ പിന്നെ സങ്കല്പം വെച്ച് പുലർത്തുന്ന, നൈപുണ്യ വികസനം നടത്തുന്ന, ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളായി മാറണമെന്നാണ്. അപ്പം അതിനൊക്കെ ഒരു വഴിവിളക്കായി നിൽക്കും ഈ പാലക്കാട് ഒരു വ്യവസായ നഗരം രൂപപ്പെട്ടു വന്നാൽ. പക്ഷെ അത് 2027 ആകുമ്പോഴേക്കും രൂപപ്പെടുമോ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2016-17 ബജറ്റ് മുതൽ 2024-25 ബജറ്റ് വരെ ആയിരിക്കുന്നു. എന്നിട്ടും 1274.8 ഏക്കർ ഭൂമി ഏറ്റെടുത്തത് ആണ് ഇതിന്റെ വലിയ നേട്ടം എന്ന് പറയുന്നത്. അത്രയും ഭൂമിയെങ്കിലും ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ ഇതിനെ ലിസ്റ്റിൽപ്പെടുത്തുകയും അതിന്റെ സഹായം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഒരു വ്യവസായ നഗരം പാലക്കാട് വരട്ടെ. പാലക്കാട് ഒരു വ്യവസായ നഗരം വരുമ്പോഴേക്കും അതിന്റെ പ്രയോജനങ്ങൾ കേരളത്തിലേക്ക് മുഴുവനും തുള്ളിയായിട്ട് പെർക്കുലേറ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ആ തരത്തില് നമ്മുടെ നാട്ടിലേക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പൊ 51,000 തൊഴിലവസരങ്ങളാണ് പറയുന്നത്. പക്ഷെ അതിനോട് അകമ്പടി സേവിച്ച് ഇതുപോലെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ യുവതി യുവാക്കൾ ഇന്ത്യക്ക് വെളിയിലേക്ക്, അതായത് ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല, അതുപോലെ തന്നെ ഫിസിക്കൽ ഡ്രെയിനും, അതായത് ബാങ്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് 16 ലക്ഷം മുതൽ 15 ലക്ഷം മുതൽ 40 ലക്ഷം വരെയാണ് കടമെടുത്ത് നമ്മുടെ യുവതി യുവാക്കൾ പഠനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെളിയിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിൻ മാത്രമല്ല ഡ്രെയിൻ ചെയ്തു പോകുന്നത്, ഇവിടെ ഫ്രാക്ടിഫൈ ചെയ്യേണ്ട, ഇവിടെ പ്രയോജനപ്പെടുത്തേണ്ട പണം കൂടിയാണ് ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. ഇത് രണ്ടും തടയേണ്ടതാണ്. അങ്ങനെ തടയാൻ പറ്റട്ടെ. രണ്ടും തടയേണ്ടതാണെന്ന് വെച്ചാൽ കുട്ടികളുടെ വളർച്ച തടയണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ അതേപോലെയുള്ള വളർച്ച ഇവിടെ തന്നെ സാധ്യമാകണം. അപ്പൊ ഇവിടം വളരണം. ഇവിടെ ശാസ്ത്രീയമായും മറ്റെല്ലാ തരത്തിലും വളരാനുള്ള സാധ്യതകൾ ഉണ്ടാകണം. ജോലി ഇവിടെ ഉണ്ടാകണം. നല്ല ഒന്നാം തരം ജോലി ഇവിടെ ഉണ്ടാകണം. നല്ല ശമ്പളത്തോടു കൂടി അവരെ അർഹിക്കുന്ന തരത്തിലുള്ള ജോലി ഉണ്ടാകണം. വളരെ നല്ല സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാകണം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ബ്രെയിൻ ഡ്രെയിനൊക്കെ ഇല്ലാതെയാകും. കുട്ടികൾ കേരളത്തിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ വരും. ഇവിടെ തന്നെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 51,000 തൊഴിലുകൾ ആദ്യം സൃഷ്ടിക്കപ്പെടട്ടെ. അത് സൃഷ്ടിക്കപ്പെടുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു വേലിയിറക്കത്തിന്റെ കൂടെ ദേശം മുഴുവനും ഒരു വേലിയേറ്റത്തിന്റെ പ്രയോജനം അനുഭവപ്പെടണം. അങ്ങനെ അനുഭവപ്പെടുമ്പോൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ച, ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അഭിലഷണീയമായ ഒരു വളർച്ച കേരളം നേടുമെന്ന് പ്രത്യാശിക്കും.